തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിക്കെതിരായ പരാമർശത്തിൽ ഉറച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അവസരവാദ നിലപാടുകൾ സ്വീകരിക്കുന്നവരെ അവസരവാദികൾ എന്ന് തന്നെ വിളിക്കുമെന്നാണ് MV ഗോവിന്ദന്റെ പ്രതികരണം. തെറ്റായ നിലപാട് സ്വീകരിച്ച സഭയിലെ ഒരു വിഭാഗത്തെ മാത്രമാണ് വിമർശിച്ചതെന്നും CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. അവസരവാദ നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ടാണ് അവസരവാദം എന്ന് പറഞ്ഞത്. അത്രയേ ഉള്ളൂ. അവർക്ക് എന്നെ അവസരവാദം എന്ന് പറയുകയും ചെയ്യുക, അവർ അവസരവാദ നിലപാട് സ്വീകരിക്കുന്നതിന് പറയാനും പാടില്ല എന്നാണോ? പാടില്ല. അവരെ വിമർശിക്കാൻ അവർക്ക് ധൈര്യമില്ല. അവർക്ക് അനുകൂലമായ നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ഇടപാട് അതിനെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. ആ ചൂണ്ടിക്കാണിച്ചത് ഇന്നലെയും ശരിയാണ്, ഇന്നും ശരിയാണ്, നാളെയും ശരിയാണ്. ഫാദർ ഫിലിപ്പ് കവീലിന്റെ ഗോവിന്ദച്ചാമി പരാമർശത്തിൽ ഓരോരുത്തരും അവരുടെ നിലവാരത്തിനനുസരിച്ചാണ് പ്രതികരിക്കുന്നത് എന്നായിരുന്നു MV ഗോവിന്ദന്റെ മറുപടി. അത് അവരുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള പ്രയോഗത്തെ ഞാൻ എൻ്റെ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിരോധിച്ച് വിശദീകരണം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. അരുൺ, ഇന്നലെ ഈ വിഷയത്തിൽ CPM സംസ്ഥാന സെക്രട്ടറിയോട് പ്രതികരണം ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു യോഗത്തിലേക്ക് പോവുകയാണ്, പിന്നീട് മറുപടി പറയാം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ സമയത്തെ വിശദീകരണം. ഇന്ന് പ്രതികരിക്കുമ്പോൾ മുൻ നിലപാടിൽ മാറ്റമില്ല, അവസരവാദ നിലപാടുകൾ സ്വീകരിക്കുന്നവരെ അവസരവാദികൾ എന്ന് തന്നെ വിളിക്കും എന്ന് MV ഗോവിന്ദൻ വിശദീകരിക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ അവസരവാദി പരാമർശത്തിൽ വലിയ വിമർശനമാണ് സഭാ നേതൃത്വവും പ്രത്യേകിച്ച് തലശ്ശേരി അതിരൂപതയും കത്തോലിക്ക കോൺഗ്രസൊക്കെ ഉയർത്തിക്കൊണ്ടുവന്നത്. അതിരൂക്ഷമായ ഭാഷയിലായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി വിമർശിച്ചത്. കഴിഞ്ഞ ദിവസം തളിപ്പറമ്പിൽ നടന്നൊരു പരിപാടിയിലായിരുന്നു ഈ ഛത്തീസ്ഗഡ് വിഷയവുമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിൽ ഈ പ്രത്യേകിച്ച് തലശ്ശേരി ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി സ്വീകരിച്ച നിലപാട് അവസരവാദ നിലപാടാണ്. ആദ്യഘട്ടത്തിൽ അത്തരമൊരു അതിക്രമം ഉണ്ടായപ്പോൾ അറസ്റ്റ് ചെയ്ത് അവരെ ജയിലിലടച്ചപ്പോൾ BJPയെ വിമർശിക്കുകയും പിന്നീട് അവർ ജയിൽ മോചിതരായ ഘട്ടത്തിൽ അവർക്ക് നന്ദി പറയും, അതായത് കേന്ദ്ര സർക്കാരിനും അമിത്ഷായ്ക്കുൾപ്പെടെ നന്ദി പറയുന്നൊരു സാഹചര്യവും ഉണ്ടായി. അത് അവസരവാദ നിലപാടാണ് എന്നതായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. അതിനു പിന്നാലെ വലിയ വിമർശനങ്ങളുണ്ടായി. ഞാൻ സൂചിപ്പിച്ച പോലെ കത്തോലിക്ക കോൺഗ്രസൊക്കെ വലിയ അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശനം ഉന്നയിക്കുകയും ചെയ്തത്. എന്നാൽ ആ നിലപാടിൽ ഉറച്ചു മുന്നോട്ട് പോകുന്നു എന്നതാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഇന്നത്തെ നിലപാട്. അവസരവാദ നിലപാട് സ്വീകരിക്കുന്നവരെ അവസരവാദികൾ എന്ന് തന്നെയാണ് പറയേണ്ടത്. ഈ ഛത്തീസ്ഗഡ് വിഷയത്തിൽ പോലും കൃത്യമായ 2 നിലപാടുകൾ അവർ സ്വീകരിച്ചു. അതായത് ബിഷപ്പ് പാംപ്ലാനി ഉൾപ്പെടെ 2 നിലപാട് സ്വീകരിച്ചു. അത് ഈ സംഘപരിവാർ സംവിധാനത്തോട് മൃദു സമീപനം സ്വീകരിക്കുന്ന നിലപാടുണ്ടായി, അത് മുമ്പും സ്വീകരിച്ചിട്ടുണ്ട് എന്നതാണ് MV ഗോവിന്ദൻ പറയുന്നത്. അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് പറയുന്നത് സഭാ നേതൃത്വത്തെ ആകെ വിമർശിച്ചിട്ടില്ല, ഇത്തരം തെറ്റായ നിലപാട് സ്വീകരിക്കുന്നവരെയാണ് വിമർശിച്ചത്. അത് സഭാ നേതൃത്വത്തെ ആകെ എന്ന നിലയിൽ വ്യാഖ്യാനിക്കുന്നത് തെറ്റാണെന്ന് കൂടി MV ഗോവിന്ദൻ ചൂണ്ടിക്കാണിക്കുന്നു. നമുക്കറിയാം, തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുമ്പിൽ വരികയാണ്. അപ്പോൾ ഇത് സഭയ്ക്കെതിരായി ആകെയുള്ളൊരു വിമർശനമായി ആ രീതിയിൽ ചിത്രീകരിക്കുന്നതിനോട് അല്ലെങ്കിൽ CPM നേതാക്കൾ അതിനോട് അത്തരം പ്രചാരണങ്ങളെ തള്ളിപ്പറയുന്നുണ്ട്. പക്ഷേ ബിഷപ്പ് പാംപ്ലാനി ഉൾപ്പെടെ സഭയിലെ ഒരു വിഭാഗം ഇപ്പോഴും സംഘപരിവാറിനോട് കാണിക്കുന്ന മൃദു സമീപനത്തെ എതിർക്കുക തന്നെ ചെയ്യും എന്നതാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണത്തിൽ നിന്ന് ബോധ്യമാവുന്നത്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.